ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വേദ അറിയാതെ വിക്രം ആ രാത്രി തൻ്റെ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അമ്മയും മകനും വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. മകനെ കണ്ട ആ ഒരു സന്തോഷം അത് മാഷിനോട് പറയുന്നുണ്ട് കേട്ടോ, കമലാമ്മ. എന്നാൽ പോലീസിനോട് മുന്നിൽ കീഴടങ്ങണമെന്ന് മാഷ് വിക്രമിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവരോട് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം വിക്രം വീണ്ടും വേദയുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്. രാത്രി എണീറ്റ് നോക്കുന്ന വേദയാണെങ്കിൽ വിക്രമിനെ അവിടെ കാണുന്നില്ല. തുടർന്ന് ആകെ പരിഭ്രമിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പോയി കഴിഞ്ഞെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ വേദ. തുടർന്ന് ഇഷിതയുമായിട്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് വേദ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വേദ അങ്ങ് ഉറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ താഴെ അവൾ കിടക്കുന്ന സ്ഥലത്ത് വിക്രം കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവളെ കണ്ടതും അവൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം വേദയാണെങ്കിൽ ചെറിയ പരിഭവമൊക്കെ വിക്രമിനോട് പറയുന്നുണ്ട്. തുടർന്ന് ഒരു കുശുമ്പും സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അവർ പരസ്പരം. അതിനിടയിൽ വേദ ശ്രീകാന്ത് ചെയ്ത കാര്യങ്ങളെല്ലാം വിക്രമിനെ അറിയിക്കുകയാണ്. വിക്രമിനാണെങ്കിൽ അതെല്ലാം കേട്ട് ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. അയാൾ ഇപ്പം തന്നെ അയാളോട് ഞാൻ ഇത് ചെന്ന് ചോദിക്കുന്നുണ്ട്. അവരെ ഞാൻ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് വിക്രം കതക് തുറന്ന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമിനെ വേദ പിടിച്ചു നിർത്തുന്നുണ്ട്. വിക്രം ഇത് ചെയ്യരുത്, അയാളെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അയാൾക്ക് ഞാൻ നടപ്പിലാക്കുന്ന നിയമമാണ് വേണ്ടത്, അല്ലാതെ നിന്റെ നിയമമല്ല, അയാളെ ഞാൻ വെറുതെ വിടില്ല എന്നും വിക്രമൻ പറയുന്നു. അങ്ങനെ വിക്രമിനെ ഒരു വിധത്തിൽ വേദ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിക്രമും വേദയും ഇങ്ങനെ ചുമരിൽ ചാരി നിൽക്കുകയാണ് കേട്ടോ. വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുമ്പോൾ വിക്രമിൻ്റെ സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. തൻ്റെ അവളോടുള്ള സ്നേഹം മുഴുവൻ വിക്രം അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. വേദയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇത്രയും നാളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ അവിടെ വഴിഞ്ഞൊഴുകുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വേദയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളെ ഉമ്മ വയ്ക്കുന്നുണ്ട് വിക്രം. അങ്ങനെ ആ ഒരു റൂമിനുള്ളിൽ രണ്ടുപേരും മധുവിധി ആഘോഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ അന്ന് രാത്രി വിക്രമും വേദയും പരസ്പരം ഒന്നാവാണ് കേട്ടോ. എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവരെ ജീവിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ വേദയുടെ മനസ്സിലാണെങ്കിൽ ചെറിയ സ്വപ്നങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. കടപ്പുറത്ത് രണ്ടുപേരും ഉല്ലസിച്ച് നടക്കുകയും കടൽ തിരമാലയ്ക്ക് മുൻപിലേക്ക് അവൾ വീഴുകയും അങ്ങനെ ഒരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡൊക്കെ വേദയുടെ വിക്രമിൻ്റെയും സ്വപ്നങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെ വളരെ അവർ മധുവിധു ആഘോഷിച്ച ആ റൂമിനുള്ളിൽ തന്നെ കഴിയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ശ്രീകാന്തിന് ഈ ഒരു വിവരം കിട്ടുന്നത്. ദീപ്തിയെ പറഞ്ഞിളക്കി വാസുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് വേദയാണെന്ന് മനസ്സിലാക്കുന്ന ശ്രീകാന്ത് അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കതകിൽ തട്ടി വിളിക്കുന്നു. വേദയെ കാണുന്നതും ശ്രീകാന്ത് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നീ വെറുതെ ദീപ്തിയുടെ മനസ്സിൽ നല്ലവളായിട്ട് നിന്ന് വിക്രമിനെ രക്ഷിക്കാനായിട്ട് നോക്കണ്ട, അവൻ തന്നെയാണ് കൊലയാളി എന്ന് പറയുമ്പോൾ നിങ്ങളത് പറയുന്നുണ്ടല്ലോ. യഥാർത്ഥ കൊലയാളി ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ആ കൊലയാളിയെ ഞാൻ വിളിച്ചിട്ട് കൊണ്ടുവരും. പുളിക്കനെ കിട്ടേണ്ട താമസമേ ഉള്ളൂ എന്ന് വേദയും പറയുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വേദയോട് ദേഷ്യം പിടിച്ച് ശ്രീകാന്ത് വേദയെ അടിക്കാൻ ഓങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവറൈസ് എടുത്തിട്ട് ശ്രീകാന്ത് വേദയുടെ നേരെ ഓങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ശ്രീകാന്തിനെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ വിക്രമാണെങ്കിൽ കതക് തുറന്ന് ഒറ്റ ചവിട്ട് വന്നിട്ട് ശ്രീകാന്തിനെ നെഞ്ചത്തേക്ക് അങ്ങ് ചവിട്ടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ശ്രീകാന്തിനെ അടിച്ച് നിലത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ വിക്രം. അപ്പോൾ ആ ഒരു സമയം ശങ്കരനാരായണനൊക്കെ ആകെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വിക്രം എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചെയ്തു വെച്ച ചതിക്ക് ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, ഇതിനപ്പുറം ചെയ്യണം. ഇയാളെ കൊല്ലുകയാണ് വേണ്ടത്. നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഓർത്താണ് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നത് എന്ന് ശ്രീകാന്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിക്രം പറയുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ ആകെ ഭയന്ന് വരച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇയാൾ എൻ്റെ അച്ഛനോട് ചെയ്തത് എന്താണെന്നറിയാമോ? എൻ്റെ അച്ഛനെ ഏതോ സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി സ്വന്തം പെങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും വൃത്തികെട്ടവനാണ്, എൻ്റെ അച്ഛനെ കൊന്നുകളയും എന്നുള്ള ഒരു ഭീഷണിയിലാണ് വേദ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവനെ ഞാൻ വെച്ചേക്കില്ല, എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയുടെയും നേരെ കൈ ഉയർത്തി ഇവനെ ഞാൻ എന്തിനു വെച്ചേക്കണം എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം ശ്രീകാന്തിനെ അടിച്ചമർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങളെല്ലാം ശങ്കരനാരായണന് മുൻപിൽ വിളിച്ചതാവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ശങ്കരനാരായണൻ ചോദിക്കും, ശ്രീകാന്തിൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ചോദിക്കും, എടാ ശ്രീകാന്തേ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛാ, ഇവനും ഇവളും കൂടി നടത്തുന്ന നാടകമാണിത് എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു നാടകമാണെന്ന്? നിങ്ങൾ എന്നെ വിളിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കോൾ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് ആ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ ആ കോൾ റെക്കോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ശങ്കരനാരായണന് എല്ലാ സത്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. തൻ്റെ മകൻ താൻ വിചാരിച്ച പോലെയല്ല, വളരെ ക്രിമിനലും ക്രൂരനുമാണെന്നുള്ള ഒരു സത്യം ശങ്കരനാരായണൻ മനസ്സിലാക്കുന്നു. വരുണിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഇയാളാണ്. വരുണിനെ കൊന്ന് ആ കുറ്റം വിക്രമിൻ്റെ തലയിൽ കെട്ടിവെക്കണം. ദീപ്തിയുടെ ഒരു പ്രണയം ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ദീപ്തിയെയും വരുണിനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടാണ് വരുണിനെ ഇയാൾ കൊലപ്പെടുത്തിയത്. വരുൺ പക്ഷെ നല്ലൊരു മനുഷ്യനായിട്ട് തീർന്നിരുന്നു. വരുണിനെയും വിക്രമിനെയും ഇല്ലാതാക്കുക, ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇയാൾക്കുണ്ടായിരുന്നത് എന്നുള്ള ഒരു കാര്യം അച്ഛൻ്റെ മുൻപിൽ വേദ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു കിടിലൻ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്